ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചേട്ടന്റെ ജീവിതത്തിലേ മറക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? സംശയം എന്തുവാ? ഞാൻ എന്നും തിരക്കി കിടക്കുന്ന ഒരാളുണ്ട്. അയാളെ കണ്ട അയാളുടെ കരണ കുച്ചി അടിച്ചാൽ മതി. അതാരാ ചേട്ടാ? നമ്മുടെ കല്യാണം നടത്തിയ ബ്രോക്കർ. അവനെ കാണാൻ കാത്തിരിക്കുന്നു. നമ്മൾ തമ്മിൽ എന്തോ ഒരു പൊരുത്തപ്പാ. എന്ത്? ഞാനും അത് തന്നെ ദിവസേന പ്രാർത്ഥിക്കുന്നത്. നമ്മളെ കല്യാണം നടത്തി തന്ന ബ്രോക്കർ ഇല്ലേ, അയാളെ കണ്ട അയാള് വണ്ടി ഇടിച്ച് ചാവണേ നാം പ്രാർത്ഥിക്കും. എന്തുവായി ഈ രണ്ടുപേരും കൂടെ ഒരു ബ്രോക്കറുടെ കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കും? ഞങ്ങള് വീടോ സ്ഥലമോ വലിയ വല്ല ഉദ്ദേശവും അതല്ല, ഞങ്ങളൊരു സിനിമാക്ക പറഞ്ഞോണ്ടിരിക്കുക. സിനിമയുടെ ക്ലൈമാക്സ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ ഇനി വന്നു. അത് തെറ്റിപ്പോയി. ക്ലൈമാക്സ് പറയാൻ പറ്റി. എന്താ വക്കീലേ പതിവില്ലാതെ? ഞങ്ങളൊന്ന് ഒറ്റലോട്ടം നടക്കാൻ തുടങ്ങിയതാണ്. നല്ല കാര്യം. വേണ്ടാന്ന് അതിന്റെ കാര്യമൊന്നും രീതിക്ക് ഞങ്ങൾ ചായ കുടിച്ചിട്ടാ ഇറങ്ങിയത്. റിട്ടയർ ചെയ്തിട്ട് ജോലിക്കൊന്നും ശ്രമിച്ചില്ല സാർ? ഇല്ലാന്നേ, എല്ലാം മതിയാക്കി ഉള്ള പെൻഷനുമായിട്ട് സുഖമായിട്ട് കഴിയാവുന്ന. കേട്ടോ, നമ്മുടെ ഈ രവീന്ദ്ര സാറേ ദീർഘകാല എക്സൈസിലായിരുന്നു. നമുക്കറിയാലോ, എക്സൈസിലൊക്കെ ജോലിയാണെങ്കിൽ റിട്ടയർമെന്റിന് ശേഷം കോടതി കയറി ഇറങ്ങിയാണ്. ഞാൻ ഒറ്റാനായോണ്ട് ഞാൻ പെൻഷൻ മേടിച്ച് ജീവിക്കുകയാണേ. യഥാർത്ഥത്തിലേ ഞാനിത് സമയം തികയുന്നില്ല, അല്ലേ സുഹൃത്തേ? ശരിയാ സാറേ, വെറുതെ ഇരിക്കുമ്പോ ഇങ്ങേര് ചൊറിയുന്ന വർത്താനം എന്തായാലും പറയും. അതിൽ കയറി ഞാൻ അങ്ങ് പിടിക്കും. മിനിമം 2-3 മണിക്കൂർ നമുക്ക് അങ്ങനെ മാറി കിട്ടും. ഒരു തരത്തിലേ ഈ വഴക്കടിക്കുന്ന ഒരു രസമാണ്. മക്കളുള്ളപ്പോഴേ ഞങ്ങൾ ഒരിക്കലും വഴക്കടിക്കാറേ ഇല്ല. ഈ മക്കളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും ഭാര്യയും ഭർത്താവും കൂടെ വഴക്കൂട്. വളരെ ശരിയാണ്. മക്കളെ മുൻപിൽ വെച്ച് വഴക്ക് ഉണ്ടാക്കുന്നത് ആ മക്കള് തെമ്മാടികളായി. നമ്മൾ നാട്ടിൽ കണ്ടിട്ടില്ലേ, നമ്മൾ ഏത് കുടുംബം എടുത്ത് ശ്രദ്ധിച്ചു നോക്കി, ഭാര്യയും ഭർത്താവും കൂടെ വളരെ സൗഹൃദപരമായിട്ട് ജീവിച്ചാൽ സ്വാഭാവികമായി ആ മക്കള് ആ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോകും. ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന മക്കളെ അവരെപ്പോഴും പറയാറുണ്ട് അവരുടെ വീട്ടിൽ എന്നും അമ്മയും അച്ഛനും വഴക്കാറ്. ചില പിള്ളേരെ നമ്മൾ കണ്ടിട്ടില്ലേ, അവർ വീട് വിട്ടങ്ങ് ഇറങ്ങിപ്പോവുക. എന്താ കാര്യം? അവരുടെ വീട്ടിലൊരു സമാധാന അന്തരീക്ഷമില്ല. ഭാര്യയും ഭർത്താവും കൂടെ തമ്മിലുള്ള വഴക്കുകൊണ്ട് മനോവേദന കൊണ്ട് ഇറങ്ങിപ്പോകുന്നതാണ്. സത്യത്തിലേ സാറിന് ഭാഗ്യവാൻ. ഇതുപോലുള്ള സാറിന്റെ ചോദ്യം നടക്കണ്ടല്ലോ. പിന്നെ നിങ്ങളല്ലേ എന്നെ തോന്നണ്ട് കിടക്കുന്നത്? ഞാനല്ല വേറെ ഏത് പെണ്ണുങ്ങളാണെങ്കിൽ എന്നേ പറഞ്ഞിട്ട് പോയേനെ. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനൊക്കെ തന്നെ പറയുന്നത്. എല്ലാ പെണ്ണുങ്ങളായാലും നിങ്ങൾക്ക് അങ്ങനെ അറിയാം? അധികാരം പിടിച്ചു. ഇതിവിടെ സാധാരണ. നിങ്ങളെ ഇപ്പൊ കുറച്ച് ഇടവേള കൂടും, ബാക്കിയൊക്കെ ഞങ്ങൾ പോയിട്ട് മതി. സാറേ, സത്യത്തിൽ നിങ്ങളുടെ ഈ വഴക്ക് കണ്ടിട്ട് ഒന്ന് കല്യാണം കഴിക്കണം എന്നൊരാഗ്രഹം. തീർച്ചയായിട്ടും വേണം വക്കീല്. അദ്ദേഹത്തെ നമുക്ക് കല്യാണം കഴിക്കണം. സത്യത്തിൽ ഇങ്ങോട്ട് വലിയ അസൂയാകും. അങ്ങനെ ഒറ്റയ്ക്ക് സൂചിച്ച് നടക്കുന്നില്ല. അങ്ങനെ കല്യാണം കഴിച്ച് നമ്മളെ പോലെ കുറെ കഷ്ടപ്പെട്ടിട്ട് ഇതുപോലൊരു സാധനത്തെ കൊണ്ടുവന്നാലേ കഷ്ടപ്പെടും. അപ്പൊ നമ്മള് അങ്ങനെ സൂചിക്കണ്ട അങ്ങനെ ഇപ്പൊ അല്ലേ?